നല്ല സുഖം അവിടെ കുത്തി ആ ചൂടത്തുനിന്ന് നടന്ന് വന്ന് ഈ തണലത്ത് കുത്തിരുന്ന് ഈ പുഴവക്കത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം വേറെ തന്നെ. ഇനി കുറേ കഴിഞ്ഞാലേ ഇതും മൂടി മണ്ണൊക്കെ ഇട്ട് മൂടാഞ്ഞാൽ മതി. അല്ല ഇതെന്താ നിങ്ങൾ ഇവിടെ കാറ്റുള്ള നിൽക്കുക? ആ ഞാൻ നല്ല സുഖമാണ്. ഇവിടെ മാത്രമേ ഇപ്പോൾ ഒരു കാറ്റും വെളിച്ചുള്ളൂ. അല്ല വെളിച്ചല്ല തണലേ. ഞാനിതൊന്ന് കാണാൻ വേണ്ടി വന്നാ. ഈ എന്തിനാ ഇവിടെ? എനിക്ക് ഇത് ലൊക്കേഷൻ കാണാൻ വന്നാ. ഞാൻ ലൊക്കേഷൻ ഈ എനിക്കെന്താ പരിപാടി? ഞാൻ ഒരു ആൽബം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആൽബം ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ തീരുമാനിക്കും ഈ അനക്കെന്തും തീരുമാനിക്കാമല്ലോ. എൻ്റെ നിലപാട് അതല്ലേ ഉള്ളൂ. ഞാനൊരു പാട്ട് അങ്ങോട്ട് ചെയ്താളാന്ന് വിചാരിച്ചു. അല്ലേ ഇവിടെ വെച്ചിട്ട് ചെയ്യണേ. അല്ലാന്ന് നിങ്ങൾ അറിവിൽ നല്ല പൂന്തോട്ടം എവിടെയെങ്കിലും ഉണ്ട് അടുത്തെവിടെയെങ്കിലും? അടുത്ത് ഇവിടെ പൂന്തോട്ടം ഈ വേണമെങ്കിൽ ഇവിടെ വെച്ച് പിടിപ്പിക്കേണ്ടി വരും. അല്ലാണ്ട് ഇവിടെ എന്ത് പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കാൻ കഴിയും. ഇത് ചെറിയ ബഡ്ജറ്റ് ചെയ്യുന്നല്ലേ. തന്നെ നല്ല കുളം എന്തെങ്കിലും ഉണ്ടാവോ? ഈ വലിയ പുഴ പോലുള്ളൂ. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്തിനാണ് കുളം? അല്ല പുഴന്റെ സീന് വേറെ ഉണ്ട്, പക്ഷെ കുളത്തു നിന്നുള്ള സീൻസ് വേറെ ഉണ്ട്. ഒരു കാര്യം ചെയ്യ്, ഈ പുഴന്റെ സൈഡിൽ കൂടി ഒരു മതിൽ കെട്ടി കളഞ്ഞിട്ട് ആ സൈഡ് കുളാക്കിക്കോ, ആ സൈഡ് പൊയ്യാക്കിക്കോ. അതാണ് ശങ്കറിന്റെ സിനിമറ്റാ. എന്തേ ഇത് ആപ്പാട് 5000 റുപ്യക്ക് ചെയ്യുന്ന വർക്കാ. അത് ശരി. എനിക്കൊരു ആൽമരം കിട്ടോ? നല്ല ആൽമരം, അല്ല പ്രായമുള്ള നല്ല പഴക്കമുള്ള അല്ല എന്തിനാ വാതിൽ പൊളിക്കാം? ആൽമരത്തിൽ അല്ലാന്ന് അതിന്റെ മുകളിൽ നിന്നാണ് നായിക ഇങ്ങനെ ഇറങ്ങി വരുന്ന സീൻ. ആൽമരത്തിന്റെ മുകളിൽ നിന്ന് അതിന്റെ തറ ഉണ്ടാവല്ലോ, അവിടുന്ന് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ കൊണ്ടുവന്ന് പെണ്ണിന്റെ എൻട്രി കാണിക്കുന്നത് ആണല്ലേ? പെണ്ണിന്റെ എൻട്രി കാണിക്കണ്ടോ? അതന്നെ. അപ്പൊ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാണ് ഞാൻ തന്നെ പാടിയ പാട്ടാണ്. അല്ല നമ്മള് കേൾക്കേണ്ടില്ലേ ഇനി? അല്ല എനക്കിപ്പോ പാട്ട് ഇതെങ്ങനെ ഈ പാട്ട് പാടാത്ത ഈ നമ്മളെ ചെറിയോളെ കല്യാണത്തിന് വന്നുകാണ്ട് എല്ലാം നല്ല ഗാനമേള വെച്ച സമയത്ത് ഈ അവിടെ വന്നുകാണ്ട് പാടി കൊളാക്കി പോയാനല്ലേ ഈ എന്നിട്ട് പാടാൻ പോണ്? അല്ല അന്ന് ഞാൻ പാട്ട് പഠിക്കുന്നല്ലേ ഉള്ളൂ. അല്ല ഞാൻ ആ മൈക്കില്ലേ അതില് പാട്ടിട്ട് പഠിക്കാല്ലോ നമുക്ക്. പഠിക്കുക. അങ്ങനെ ഞാൻ ട്രാക്ക് ഇട്ട് പാടി പഠിച്ചു. അവസാനം ഞാനൊരു പാടിയ പാട്ട് ഭയങ്കര വൈറലായി. ആരെ വൈറല്? അല്ല നമ്മള് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ അങ്ങനെ വലിയ ഹിറ്റായി, ഭയങ്കര ഹിറ്റായി പോയി. അത് ഞാൻ തന്നെ അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ തന്നെ അഭിനയിച്ചു. അത് ബമ്പ ഹിറ്റ്. പിന്നെ എനിക്ക് എന്ത് ചെയ്താ പറയും, ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത്, ഞാൻ തന്നെ പാടി, ഞാൻ തന്നെ അഭിനയിച്ച്, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്താളാന്ന് വിചാരിച്ച്. അപ്പൊ ഇങ്ങനെ കാണും വേണ്ടിയല്ലേ ചിലപ്പോ അത്. അല്ലാന്ന് യൂട്യൂബിലിട്ട് ആരെങ്കിലും ഒക്കെ കണ്ടോളൂ. തന്നെ അന്നെ നീ അതിലും കൂടി സഹിക്കണം. നേരിട്ട് കണ്ടിട്ട് എന്നെ സഹിക്കാൻ വയ്യ. അല്ലാന്ന് അതൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ. അല്ലട ഇതൊന്നും പഠിക്കണ്ട. ഇതെന്ത് പഠിക്കാന്? ഞാൻ എന്ത് ചെയ്യുന്നത്, നല്ല അറിവുള്ള ഒരു ക്യാമറമാനെ വിളിച്ച്, അഭിനയിക്കാൻ അറിയണ ഒരു പെണ്ണിനെ വിളിച്ച്. അപ്പൊ എനിക്ക് പ്രശ്നമില്ലല്ലോ, എനിക്ക് അത്ര പണിയില്ലല്ലോ. അത് ശരി. അല്ലടോ അഭിനയിക്കാൻ ഒരു പെണ്ണുണ്ടോ? അഭിനയിക്കാൻ അറിയാം. ക്യാമറ ചെയ്യണോണ്ടോ? ക്യാമറ ചെയ്യാനും അറിയാം. അനക്ക് സംവിധാനം ചെയ്യാൻ അറിയോന്നാ ഞാൻ ചോദിച്ചേ. അല്ല ഞാൻ ഒറ്റ പാട്ടിന് അഭിനയിക്കാൻ പോയില്ലേ, അന്ന് ഞാൻ നേക്കല് കണ്ടു പഠിച്ച്. അത് ശരി. ഇവരെന്താ ചെയ്യണെന്നുള്ളത് അല്ലേ? സംഭവം എന്താ വെച്ചാല് ഇവര് ആദ്യം തന്നെ ക്യാമറ റെഡി ആക്കി കഴിഞ്ഞാൽ ക്യാമറ റെഡി, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാളൂ. അപ്പൊ അതിൽ നമ്മൾ അഭിനയിച്ചു തുടങ്ങല്ലോ. പാട്ട് ഇവിടെ വെക്കൂ, ഞാൻ തന്നെ പാട്ട് വെക്കും, എന്നിട്ട് പോയിട്ട് അഭിനയിക്കൂ. അത് കഴിഞ്ഞാൽ ഞാൻ തന്നെ കട്ട് പറഞ്ഞാൽ മതിയല്ലോ. അത്രേ ഉള്ളൂ സംഭവം. അല്ല മോനെ എന്തൊക്കെ വേണം എന്നെ കൊണ്ട് സഹിക്കാം. ഈ ഇപ്പം അടുത്ത് ഇങ്ങനെ പാടി അഭിനയിക്കാൻ പോവാ? ഞാൻ നോക്കി ചെക്കന്മാരോടൊക്കെ ചോദിച്ചു. അല്ല ഈ പാടി ഇറ്റായ പാട്ട് ഏതേനി? നിങ്ങൾ സ്റ്റാറ്റസ് ഒന്നും കണ്ടില്ല? എന്താ ഈ പാടിയ പാട്ട് ഏതേനി? ഇറ്റായി പറഞ്ഞല്ലോ. ആ പാട്ട് ഞാൻ എഴുതി, ഞാൻ തന്നെ പാടിയതാണ്. ഭയങ്കര ഹിറ്റായിട്ട് പിടിച്ചു തരാനോ? ഈ നായിനെ വിളിക്കുന്ന ഈ പാട്. അല്ല അത് ഇപ്പൊ വരും ഇപ്പൊ അതിന്റെ നാവിൽ തുഞ്ചത്തന്നെ കിടക്കണ്ട്. എഴുതിയ പാട്ട് അല്ല ഈ സംഗീതം ചെയ്തിട്ട് ഈ എഴുതിയ പാട്ട് അനക്കന്നെ ഓർമ്മയില്ലെങ്കിൽ അതിന്റെ ഗതികേട് എന്താ? അല്ല ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പൊ പെട്ടെന്ന് മറന്നു. നല്ല ഹിറ്റായ ആളുകളാണ്. എവിടെ പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കാലത്ത് കുട്ടിക്കാലത്ത് ഇറങ്ങിയ ഈ ബാബുരാജ്, ദേവരാജ്, ഭാസ്കരൻ മാഷ്, ചെക്കന്മാർക്ക് പറ്റൂല. അതൊക്കെ താജ്മഹൽ മാതിരിയാ, എന്നും അവിടെ ഉണ്ടാവും. നിങ്ങളെ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മ്യൂസിക് ചെയ്താൽ തന്നെ അറിയില്ല ആ ഏതേലും പാട്ടും. വേറെ അയാൾ ചെയ്ത മ്യൂസിക് ചെയ്ത പാട്ട് ഇടയിൽ കൂടി ഏതെങ്കിലും റേഡിയോ കേൾക്കുകയാണെങ്കിൽ അയാൾക്ക് തന്നെ അറിയില്ല അത് അയാൾ മ്യൂസിക് ചെയ്തതാണോ. അങ്ങനത്തെ കാലഘട്ടമാണ് ഇപ്പോൾ നല്ല മ്യൂസിക്കിൻ്റെ ആൾക്കാർ, നല്ല എഴുതുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ പോലത്തെ അല്ല ഈ കൈസാട് അല്ല നല്ല ഈ ഒരു പാട്ട് പറഞ്ഞു നോക്ക്, നമ്മളപ്പം പറഞ്ഞു തരൂ. കണ്ടവച്ച കാട്ടക്കൂട്ടിലെ പാട്ട് ഏതാണ്, ഇന്ന സിനിമയിലെ പാട്ട് ഒക്കെ നമ്മൾ പറഞ്ഞു. നമുക്കത് മനസ്സ് പതിഞ്ഞ് കിടക്കണ പാട്ടാണ്ടൊക്കെ. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ നമ്മൾ വായിച്ച് പരിചയമുണ്ട്. റെക്കോർഡ് ചെയ്യണമെങ്കിൽ നേരെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഒരു വയലിന് വായിക്കണോ തെറ്റിക്കഴിഞ്ഞാൽ രണ്ടാമതും പാടണം.
ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ തബല വായിക്കണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെയും രണ്ടാമത് പാടും. ഇപ്പൊ നമ്മള് ഓർക്കസ്ട്രക്കാരൊന്നും കാണൂല, പാട്ടുകാരായിട്ട് നമ്മള് പോവാ പാടുക പോരാ. അതാണ് അത്. ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല. എന്താണ് ഇന്ന് പഞ്ചിങ് എന്തൊക്കെയോ പറഞ്ഞേക്കാം. നമുക്ക് പോസ് ചെയ്ത് പഞ്ച് ചെയ്ത് പാടാലോ. അതായത് എനിക്കിപ്പോ ഈ റെക്കോർഡിങ്ങിന്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് പാട്ട് പാടിയ സമയത്ത് പെട്ടെന്ന് എനിക്ക് കക്കൂസ് പോകാൻ മുട്ടിക്കഴിഞ്ഞാൽ ഈ പറയും 2 വരി സൈനബ നമ്മൾ പോയി നമ്മൾ വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വയറിന് സുഖമില്ലെങ്കിൽ ഈ പറയും അതൊന്ന് പഞ്ച് ചെയ്താളിയേ, ഞാനന്ന് കക്കൂസ് പോയി വരാൻ. അക്ക് കക്കൂസിലോ എൻ്റെ അമ്മായിൻ്റെ മോളുടെ കല്യാണത്തിനൊക്കെ പോയി വന്നാലും ബാക്കി വന്നിട്ട് പാടിയാൽ മതി. പിന്നെ അങ്ങനത്തെ കാലഘട്ടമാണ് ഞാൻ പറയണത്. പണ്ടതല്ല, നേരിട്ട് പാടണം. ചിലപ്പോ ഒരു പാട്ടിന് തന്നെ 2 ദിവസം 3 ദിവസം പിടിക്കാന്ന്. പിന്നെ എന്നാൽ അനക്ക് ഒരു ദിവസം കേൾക്കണം. ഒരു ശിവരാത്രിന്റെ അന്ന് എൻ്റെ പാട്ടിനെ പറ്റി പറഞ്ഞു വെച്ചാൽ ഓർമ്മ എന്നാ. ശിവരാത്രിന്റെ അന്ന് എല്ലാവർക്കും പരിപാടിയുള്ള സമയമാണല്ലോ. ഡബിൾ പേയ്മെന്റാ. എനക്കൊന്ന് ഒരു പേയ്മെന്റ് തരരുത്, എന്നിട്ടല്ല ഡബിള്. അവിടെ ചെന്ന് ഒരുത്തണ്ട് വന്നിട്ട് പറയാം ഇപ്പൊ അടിപൊളി പാട്ടുകാരനെ വേറെ ആളോട് പറയുന്നത് ഞാൻ കേൾക്കുക. മുടി നീട്ടിയ ആ ജബാറുണ്ടോ, നന്നായി പാടുക. ഓ ഇല്ല, ഓന് ശിവരാത്രി കുറെ പരിപാടി ഉണ്ട്. അപ്പൊ വേറെ ഒരുത്തൻ പറഞ്ഞ് ഞാൻ മുടി ഇല്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ട്, ഓ നന്നായി മലയാളവും ഹിന്ദിയും തമിഴും ഒക്കെ പാടും, റാഫിന്റെ പാട്ടൊക്കെ പാടുന്നു. ആരാ? സതീശന്റെ മോൻ തന്നെ. ഓ നന്നായി പാടും. എന്നിട്ട് ഇവൻ ചോദിക്കുകയാണ് ഓന് മുടി ഉണ്ടോ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്തിനാ മുടി? അല്ല മുടിയാണ് ഒരു പേശ ഒരു പാട്ട് പാടുമ്പോൾ ഇങ്ങനെ മുടി. ഞാൻ ചോദിച്ചിട്ടില്ല മുടിയാട്ടാണോ ഗാനമേളയാണോ? അതിങ്ങനെ കൊതറിയും കാണ്ട് ഇങ്ങനെ അത് വേണം പോലും, മുടി വേണം, എന്നാലൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ മറ്റൊരു പറഞ്ഞിടോ നന്നായി പാടിടോ അതുപോലെ. അപ്പം പറഞ്ഞു ഇല്ല ഓന് മുടി ഇല്ല. അപ്പം പറയാ കുറച്ചെങ്കിലും ഒരു 2 അയ്യെങ്കിലും മുടി ഉണ്ടോന്ന്. തീരെ ഉണ്ടാവില്ല, ഓന് തീരെ മുടിയില്ല. അപ്പൊ ഇപ്പം പറയാം മുടി തീരെ ഇല്ലേ, പാട്ട് പാടാൻ ആളെയും കിട്ടിയില്ല. അവസാനം എന്താക്കി? അവസാനം ഇപ്പം പറയാ പാട്ടെങ്കിൽ പാട്ട്.